നമസ്കാരം എല്ലാവർക്കും. അപ്പം ഇന്നത്തെ ഒരു പുതിയ ഡിഷാണ്. സിമ്പിളായിട്ട് ഒരു ഡിഷാണ്, എല്ലാവർക്കും അറിയുന്ന ഡിഷാണ്, എല്ലാവരും റെഗുലർലി മാക്സിമം ഒരു വീക്കിലി ഒരു തവണ എങ്കിലും യൂസ് ചെയ്യുന്ന ഡിഷാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഇതുണ്ട്. അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി പൊടിയാണ്. അപ്പോൾ ഇഡ്ഡലി പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക? സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പൊടിക്ക് എന്തൊക്കെയാണ് പൊടിക്കാനുള്ളത്? ആദ്യം പച്ചരി, പിന്നെ വന്നിട്ട് എള്ള്, പിന്നെ വന്നിട്ട് ഉഴുന്ന്, പിന്നെ വന്നിട്ട് കായപ്പൊടിയാണ്, പിന്നെ വന്നിട്ട് പച്ചമല്ലി, പിന്നെ വന്നിട്ട് നമ്മുടെ ഉലുവ, പിന്നെ മുങ് ദാല്, പിന്നെ വന്നിട്ട് ഗ്രീൻ ദാല്, ഗ്രീൻ ഗ്രാം, പിന്നെ വന്നിട്ട് ഉണക്കമുളക്. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഇഡ്ഡലി പൊടിക്ക് വേണ്ടി വറക്കാൻ പോവാണ്. ഇതെല്ലാം കൂടെ എടുത്ത് കമ്പി തട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അതിനൊരു പ്രൊസീജിയറുണ്ട്. അതനുസരിച്ച് അത് വറുത്താലേ അടിപൊളിയായിട്ട് നമുക്ക് ഇഡ്ഡലി പൊടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഉണക്കമുളക് ഇടുന്നു, മല്ലി ഇടും. ആദ്യം നമ്മൾ ഉലുവ ഇട്ട് മല്ലിയും മുളകും ഇട്ട് വറുത്തതിന് ശേഷം ബാക്കി എല്ലാ സാധനവും തട്ടിയിട്ട് ആ കരിവേപ്പില കൂടെ, കുറച്ച് കരിവേപ്പില മതി, ഞാൻ അളവെല്ലാം കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇടുക. അതിൽ സ്ലോ ഫയറിൽ ഒരു 20 മിനിറ്റോളം സ്ലോ ഫയറിൽ നല്ലോണം വറുത്തതിന് വളരെ സ്ലോ ഫയർ വന്നാൽ ലാസ്റ്റ് കായപ്പൊടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇവനെ ഒരു 10 മിനിറ്റ് തണുപ്പിക്കാൻ വെച്ചിട്ട് പൊടിക്കുക. കാരണം പൊടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം റെഡിയാണ്. ക്രഷ് ആയിരിക്കും, നല്ല പൊടിയാവില്ല. അപ്പോൾ ഇതിനോട് നെയ്യും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ കിടിലമാണ്. എല്ലാത്തിനോട് കഴിക്കാൻ പറ്റും, സൂപ്പർ.